സംസാരിക്കാന്ന് പറഞ്ഞായിരുന്നു. ഇല്ല, എനിക്ക് HF-നോട് സംസാരിക്കണം. എനിക്ക് HF-നോട് സംസാരിക്കണം. എനിക്ക് HF-നോട് സംസാരിക്കണം. എനിക്ക് HF-ന്റെ നമ്പർ ഒന്ന് വേണോടാ. മുതുക്കിലെ എല്ലാരും വന്നായിരുന്നു. എന്നിട്ട് സംസാരമായി. അപ്പം നമ്മള് പറഞ്ഞായിരുന്നു ജസ്റ്റ് പാടില്ല, ലീഡർ വന്നിട്ട് സംസാരിക്കാന്ന് പറഞ്ഞായിരുന്നു. ഇല്ല, എനിക്ക് HF-നോട് സംസാരിക്കണം. എനിക്ക് HF-നോട് സംസാരിക്കണം. എനിക്ക് HF-നോട് സംസാരിക്കണം. അവരുടെ അടുത്ത് വല്ല റേഡിയോയിലോ വല്ല ആരെങ്കിലും അവിടെ ഒന്ന് ചില്ലായിട്ട് കേൾക്കാൻ റെഡി ആയിട്ടുള്ള ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഒന്ന് റേഡിയോയിൽ അല്ല HF-നെ വിളിച്ചിട്ട് നേരെ മീറ്റിംഗ് പോയിന്റിൽ മീറ്റ് ചെയ്യാന്ന് പറ. അല്ല എവിടെയെങ്കിലും ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് പറ. എനിക്കൊന്ന് സംസാരിക്കണ്ടെന്ന് പറ. എവിടെയെങ്കിലും ഒന്ന് മീറ്റ് ചെയ്യാൻ വരാമെന്നൊന്ന് പറ. അല്ല എന്റെ ഫോൺ വർക്കിംഗ് ആവുന്നില്ല. എന്റെ ഫോൺ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണ ബ്രോ എന്നോ? ബ്രോ നിങ്ങൾക്ക് ആർക്കും ബേസിക് ലോജിക് ഇല്ലേ ബ്രോ? നിങ്ങൾക്ക് എന്തോ പറയണേ? അല്ല നിങ്ങൾക്ക് എന്തോ പറയണേ? സിറ്റിയിലൊരു റൂളുണ്ട്. സിറ്റിയിലെ റൂൾ അനുസരിച്ചല്ലേ ഇത്ര കളിച്ചോണ്ടിരുന്നേ. അപ്പൊ പെട്ടെന്ന് ഇന്നലെ SRKയുടെ സിറ്റുവേഷൻ എങ്ങനെയാണ് വെളിയിലത്തെ സിറ്റിസൺസിന് അടിക്കാൻ പറ്റണേ? എനിക്ക് മനസ്സിലാവണില്ല. അല്ല എനിക്ക് താല്പര്യമില്ല എനിക്ക് അതിനകത്ത് കുറച്ചു പേരോട് കളിക്കാൻ. അപ്പൊ അവരെ ഞാൻ എങ്ങനെ കൊണ്ടുവരണ്ടേ ഇവിടെ? അതെന്നോട് പറ പ്ലീസ്. നിങ്ങൾ എന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിത്താ പ്ലീസ്. എന്നിട്ട് എന്റെ അടുത്ത് കൊട്ടയും ചട്ടിയും വണ്ടിന്നൊക്കെ വിളിച്ചവനെ ഒന്നും കൂടെ കൊണ്ടുപോയി അനിയനെ പോലെ കാണാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാ. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അവനെ അനിയനായിട്ട് കാണാൻ. അപ്പൊ ഈ നിൽക്കുന്ന എന്റെ പിള്ളേരൊക്കെ ഞാൻ എന്ത് ചെയ്യണം? എന്താ കേട്ടില്ല റേഡിയോ 12 കയറുമെന്ന് ചോദിച്ചു. റേഡിയോ 12 കയറാം. ആരെ സിറ്റുവേഷൻ അറിയാവുന്ന ആരെങ്കിലും ഒരാളോടെ കയറടാ. ഹലോ 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 ബ്രോ. ബ്രോ HF-ന്റെ ആൾക്കാരാണോ? ഞാനും ചാർലിയും പ്രണവും ബ്രോ ഒന്ന് സിറ്റുവേഷൻ എന്താന്ന് പറയോ? ഞങ്ങള് ആക്ച്വലി ഇന്നലെ ഇല്ലായിരുന്നു. അപ്പൊ എന്താണ് ഇന്നലത്തെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ നിങ്ങളുടെ SRK എന്ന് പറഞ്ഞൊരു മെമ്പർ നമ്മൾ ഓൾറെഡി ഒരു സിറ്റുവേഷൻ ആയിട്ട് നിൽക്കായിരുന്നു. ആ ടൈമില് വണ്ടി ഇവിടെ SRKയുടെ വണ്ടി നമ്മുടെ പ്രീവാറിന് പോയ ടൈമില് ആരോ ഇവിടെ കൊണ്ടുവച്ച് നമ്മളെല്ലാവരും പ്രീവാറിന്റെ ബൈക്കായിരുന്നു. നമ്മള് തിരിച്ചു തരുന്ന ടൈമില് ഇവിടെ SRKയുടെ ഒരു ബൈക്ക് ഇരിക്കുന്നുണ്ട്. ഓൾറെഡി അതും ആരോ വെടി വെച്ചിട്ടൊക്കെ ഉണ്ട്. അതാണ് SRK എടുത്തു കൊണ്ടുപോയപ്പോ പൊട്ടിയത് റോട്ടിൽ വെച്ചിട്ട്. അവൻ പറഞ്ഞു നമ്മള് റോട്ടിൽ വെച്ചിട്ട് അവനെ ഫയർ ചെയ്തു. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഗ്യാങ് ഹൗസിൽ നമ്മൾ വേറൊരു സിറ്റുവേഷൻ ട്രിഗർ ആയിട്ട് ഇത്തിരി ട്രിഗർ സിറ്റുവേഷനിൽ നിൽക്കുന്ന ടൈമില് സംസാരമായി. അതില് നമ്മള് ബോഡിക്ക് ഫയർ ചെയ്യാ ചെയ്തത്. അപ്പൊ ഹെൽത്ത് ഇല്ലാത്തതുകൊണ്ട് തോന്നപ്പോ പുള്ളി പെട്ടെന്ന് ഡൗൺ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളെന്നെ ഈസത്തിനെ വിളിച്ച് പുള്ളിനെ പൊക്കിയിട്ട് വിട്ടു. വേറെ പരിപാടി കത്തിക്കുന്ന കാര്യങ്ങളൊന്നും നടന്നില്ല. ഇന്ന് ഈ സിറ്റുവേഷനും പറഞ്ഞിട്ട് നമ്മളൊരു TDM സേഫ് സോണിൽ നിന്ന് ഒരാള് ഹോസ്റ്റേജ് അടിച്ചിട്ട് എനിക്ക് തോന്നുന്നു TV രായൻ എന്താണ് പറഞ്ഞത് പുള്ളിയുടെ പേര്. TV രായൻ, TV ഇറ്റാച്ചി എന്തൊക്കെ ഗ്യാങ് ചോദിച്ചപ്പോ ഗ്യാങ് TV ആണെന്ന് പറഞ്ഞു. ഇല്ല ബ്രോ, അവർ കറന്റ് TVയിൽ ഇപ്പോൾ ഉള്ള മെമ്പേഴ്സ് അല്ല. ഞാൻ അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഇന്ന് സിറ്റുവേഷൻ എടുത്തതിൽ ആരൊക്കെയാണെന്നൊന്ന് ഞങ്ങളുടെ അടുത്ത് പറയോ ബ്രോ? നമുക്ക് കിട്ടിയത് നമുക്ക് ആ പയ്യൻ പറഞ്ഞത് അവ ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത്. നമ്മള് കുറച്ചുപേര് കയറി അപ്പോഴേക്കും അവർ ഇറങ്ങിപ്പോയെന്ന് തോന്നുന്നു. അവൻ പറഞ്ഞത് TV രായൻ, TV ഇറ്റാച്ചി രണ്ടുപേരാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരാളും കൂടി ഉണ്ടായിരുന്നു പറഞ്ഞു. അത് ആരാന്ന് പുള്ളി പേരൊന്നും പറഞ്ഞില്ലെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇപ്പൊ ബ്രോ ഞാനൊരു കാര്യം പറയാം. ഈ സിറ്റുവേഷൻ ഞങ്ങളിപ്പോൾ കറൻ്റ്ലി ഞങ്ങളുടെ അകത്തുനിന്ന് കുറച്ച് മെമ്പേഴ്സൊക്കെ വേറൊരു സിറ്റിയിലോട്ട് പോയേക്കുന്നത് കൊണ്ട് നമുക്കിപ്പം കറൻ്റ്ലി സിറ്റിയിൽ സിറ്റുവേഷൻ എടുക്കാനുള്ള ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ
നമ്മൾ ഇപ്പോൾ കറൻ്റ്ലി PvP എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പം ഞങ്ങളൊന്ന് ബാക്കപ്പ് ചെയ്ത് നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ അത് ഞാൻ നിങ്ങളുടെ അടുത്ത് അല്ലാത്ത രീതിയിൽ ഇതായിട്ട് പറയാണ്. നിങ്ങൾക്കത് അറിയേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയാണ്, നമ്മൾ അങ്ങനത്തെ ഒരു രീതിയിൽ നിൽക്കുകയാണ്. അത് വാട്ടെവർ ഇപ്പം നിങ്ങളുടെ സൈഡിലാണ് മിസ്റ്റേക്ക് എങ്കിലും അല്ലെങ്കിൽ അവരുടെ ഇപ്പോൾ ഞങ്ങളുടെ സൈഡിലാണ് മിസ്റ്റേക്ക് എങ്കിലും ഇതൊരു സിറ്റുവേഷൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യമല്ല ഞങ്ങൾക്ക്. അത് നമ്മുടെ ഒരു കാര്യം പറയാ, നമുക്ക് നിങ്ങളെ ടാർഗറ്റ് ചെയ്ത് അടിക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങളെ സിറ്റുവേഷൻ എടുക്കണമെന്നോ അങ്ങനൊന്നും ഇല്ല. നമ്മൾ ഇന്നലെ അത് ഡ്രോപ്പ് ചെയ്ത കേസായിരുന്നു. പക്ഷെ ഇന്ന് അവര് വന്ന കാരണം ഇപ്പൊ നിങ്ങളുടെ മെമ്പർ അല്ലെങ്കിൽ നമുക്ക് സിറ്റുവേഷൻ ഇല്ല. നമുക്ക് നിങ്ങളായിട്ട് വലിയ ഇഷ്ടമൊന്നുമില്ല. ഇല്ല, അതിൽ SRK ആണ് ഇപ്പൊ കറന്റ്ലി നമ്മുടെ അതിനകത്ത് ഇപ്പൊ ഉണ്ടുള്ളത്. നമ്മുടെ അതിനകത്ത് ഇപ്പൊ ഇതിനകത്ത് ആക്റ്റീവായിട്ട് കളിച്ചോണ്ടിരിക്കുന്നത് SRK മാത്രമാണ്. വേറെ ബാക്കി ആരും ഇപ്പൊ കറന്റ്ലി നമ്മുടെ SRK ആയിട്ട് ഞങ്ങൾക്ക് ഇഷ്യൂ ഒന്നും ഇല്ല ബ്രോ. SRK ആയിട്ട് ഇന്നലെ രാത്രി കഴിഞ്ഞ സിറ്റുവേഷനാണ്. ഇന്ന് വന്ന് നമ്മുടെ ജയിൽ ചാർലി എന്ന് പറഞ്ഞ ഒരു പുള്ളിയുണ്ട്, അവനെ ഹോസ്റ്റേജ് എടുത്തത് ഈ TV ആയിരുന്നു. അത് സേഫ് സോണിൽ കയറിയിട്ട് ഹോസ്റ്റേജ് എടുത്തത്. അത് നമ്മൾ ആളില്ലാത്ത ടൈമിൽ സിറ്റുവേഷൻ എടുക്കാൻ തരുന്നില്ല. ഇന്നാണെങ്കിൽ ഇവിടെ മുതുക്കിൽ നിങ്ങൾ ആളില്ലാന്ന് പറഞ്ഞപ്പോ ടൈമിൽ ഞങ്ങൾ അവിടെ നിന്ന് ലീവ് ആക്കി. ഞങ്ങൾക്ക് നിങ്ങൾ ആളില്ലാത്ത സിറ്റുവേഷൻ എടുക്കാൻ താല്പര്യമില്ലെന്നല്ല, നമ്മളിങ്ങനെ ഡൗൺ ടൈമും കാര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്കും അറിയാം അതിന്റെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങളുടെ മെമ്പർ അല്ലെങ്കിൽ നമ്മൾ ആ സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്തേ ഉള്ളൂ. ബ്രോ ഇപ്പൊ നമ്മുടെ സൈഡിൽ നിന്ന്, അതായത് SRKയുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബ്രോ എന്തായാലും അല്ല SRKയുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബ്രോ എന്നെ വിളിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും വാട്സാപ്പിൽ എന്തെങ്കിലും ഇട്ടാൽ നമ്മൾ എന്തായാലും വിളിക്കുക, എന്തെങ്കിലും സിറ്റുവേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇനി നമുക്ക് നിങ്ങളുടെ അങ്ങനെ നിങ്ങളുടെ മെമ്പർ അല്ലെങ്കിൽ പിന്നെ നമുക്ക് സിറ്റുവേഷൻ ഒന്നും ഇല്ല. നിങ്ങൾ എന്തായാലും സെറ്റ് ആയിട്ട് വാ, നമുക്ക് പണ്ടത്തെ പവറിലങ്ങ് സെറ്റ് ആക്കണം. അത്രേ ഉള്ളൂ. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. ഓ എടാ സോറിടാ. ഹലോ കേക്കാടാ? ഹലോ എടാ, അത് ഞാൻ പറഞ്ഞ് സോൾവ് ചെയ്തിട്ടുണ്ട് അവന്മാരായിട്ടുള്ള സിറ്റുവേഷൻ. ഹലോ, എനിക്ക് SRK ഒന്ന് വരണം ഇവിടെ.